കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്തേക്കും ഈ പറഞ്ഞതുപോലെ കൊല്ലം കഴിഞ്ഞ കുറേ നാളുകളായി വലിയ കനത്ത മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. എന്തായാലും ഈ തദ്ദേശത്തിലാണെങ്കിലും LDFന് വലിയ തിരിച്ചടിയുണ്ടായ ഒരു ജില്ല കൂടെയാണ് കൊല്ലം മൊത്തം എന്നുള്ളത്. അതിൽ കൊല്ലം കോർപ്പറേഷൻ പോലും അവർ UDF ആണ് ഭരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആസിഫിന് തോന്നുന്നത്? അതെ, കൊല്ലത്ത് നല്ല ഗംഭീര ഫൈറ്റാണ് ഇത്തവണ നടന്നേക്കുന്നുള്ള വാസ്തവമാണ്. കാരണം അതിനകത്ത് വേറെ കുറേ ഘടകങ്ങളുണ്ട്. ബിന്ദുകൃഷ്ണ കഴിഞ്ഞ 10 വർഷമായിട്ടവിടെ തോറ്റ MLA എന്നുള്ള രീതിയിൽ നമ്മൾ തമാശയ്ക്കൊക്കെ പറയില്ല, തോറ്റ MLA എന്ന് പറയില്ല. പക്ഷേ ഗ്രൗണ്ടിലുണ്ടായിരുന്നു ബിന്ദുകൃഷ്ണ, ഒരു വാസ്തവം തന്നെയാണ്. അവർ തോറ്റ MLA ആണെങ്കിലും പക്ഷേ ഒരു MLA സ്റ്റാറ്റസിലായിരുന്നു. അതെ, അവർ ഗ്രൗണ്ടിലുണ്ടായിരുന്നു എല്ലാ പ്രശ്നത്തിലും. അതായത് സാധാരണഗതിയിൽ തോറ്റിട്ട് നമ്മുടെ ഇലക്ഷന് തൊട്ട് മുമ്പാണല്ലോ സജീവമാകുക. പക്ഷേ ബിന്ദുകൃഷ്ണ അങ്ങനെയല്ലായിരുന്നു. ബിന്ദുകൃഷ്ണ സജീവമായി സകല, അതായത് വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ഉണ്ടായ സ്പോട്ടിലടക്കം ബിന്ദുകൃഷ്ണ ഉണ്ടാവും. ആ രീതിയിൽ സജീവമായിരുന്നു. എല്ലാ മണ്ഡലത്തിൽ ഗംഭീരമായി സജീവമായി നിലനിന്ന ഒരു 10 വർഷമാണ് ബിന്ദുകൃഷ്ണ. അപ്പോൾ അത് നമ്മൾ പ്രതിപക്ഷ നേതാവ് ആക്റ്റീവായി നിന്ന മണ്ഡലം എന്നൊക്കെ പറയത്തില്ല, ആ രീതിയിൽ തന്നെ ആക്റ്റീവായ മണ്ഡലമാണ്. മുകേഷ് മാറി സ്വാഭാവികമായും ST ജയമോഹൻ വരുമ്പോൾ, ST ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാണ്. പക്ഷേ കൊല്ലത്ത് പാർട്ടിക്കാരുടെ ഇടയിലേക്ക് അദ്ദേഹം നല്ല പേരും ഇതൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അത്രത്തോളം ഈ പ്രാദേശിക തലത്തിലടക്കം ചിലയിടത്തൊക്കെ ഒന്ന് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി, അങ്ങനെ പരിചയപ്പെടുത്തുക എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബിന്ദുകൃഷ്ണനെ അറിയാവുന്നത് പോലെ ചിലപ്പോൾ അറിയാവോ എന്നൊരു സംശയം പൊതുവെ ഉണ്ടാകും. പക്ഷേ പാർട്ടി വൃത്തങ്ങളിലുമൊക്കെ നല്ല സജീവമായ ആളാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പരിചയപ്പെടുത്തൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചെറിയ പ്രശ്നമുണ്ട്. അതെ, അതിൻ്റെ അകത്ത് ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ബിന്ദുകൃഷ്ണനെ പോലെ അല്ലെങ്കിൽ മുകേഷിനെ പോലെ ഒരു മുഖം ആയിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി സംവിധാനം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. മുകേഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു CPM-കാരൻ എന്നൊക്കെ നമുക്ക് അങ്ങനെ പൂർണ്ണമായ രീതിയിൽ പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം അങ്ങനെ അതൊക്കെ അദ്ദേഹത്തിന്റെ പിതാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു പാർട്ടി പ്രവർത്തിച്ച് വന്ന് അങ്ങനെ സ്ഥാനാർത്ഥിയായ ഒരാളല്ല. ആ കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ പൊളിറ്റിക്സ് ഒക്കെ വന്ന് വെച്ച് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്തു. പക്ഷെ വിജയിച്ചപ്പോഴും അവിടെ ആ മണ്ഡലത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് എന്നുള്ളതാണ് ആ മണ്ഡലത്തിന്റെ. അതെനിക്ക് തോന്നുന്നു 2072 വോട്ടാണ് കഴിഞ്ഞ തവണ സ്വാഭാവികമായിട്ടും മുകേഷും ബിന്ദുകൃഷ്ണൻ തമ്മിലുള്ളൊരു വ്യത്യാസം. മാത്രമല്ല കഴിഞ്ഞ തവണ കോൺഗ്രസിൽ അതിഭീകരമായ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. ഇത്തവണ ആ ഗ്രൂപ്പിസത്തിന് നേതൃത്വം നൽകിയ പല നേതാക്കളും മറ്റു മണ്ഡലങ്ങളിൽ പോയി മത്സരിക്കുന്നത് കൊണ്ട് അവർക്ക് ബിന്ദുകൃഷ്ണയ്ക്കെതിരെ ഇവിടെ നിന്ന് ഗ്രൂപ്പ് പ്രവർത്തനം നടത്താനുള്ള ഒരു ഒഴിവും കൂടി കിട്ടിയിട്ടില്ല എന്നൊരു പ്ലസ് പോയിന്റ് കൂടി ബിന്ദുകൃഷ്ണയ്ക്കുണ്ട്. കഴിഞ്ഞ തവണ അവിടെ സജീവമായി ബിന്ദുകൃഷ്ണയ്ക്കെതിരെ പ്രചാരണത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം തന്നെയാണുള്ളത്, പക്ഷേ ഗ്രൂപ്പ് പോരിൻ്റെ പേരിൽ നിന്നിരുന്ന പല ആളുകളും അവിടെ നിന്ന് മാറി മറ്റു മണ്ഡലങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി വരെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു വലിയൊരു പ്രശ്നം അവിടെ നിലവിൽ ബിന്ദുകൃഷ്ണയ്ക്കില്ല എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ കോർപ്പറേഷനിലെ വലിയ രീതിയിലുള്ള മുന്നേറ്റം, അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തവണ ഇഞ്ചോടിഞ്ചാണ് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ LDF വിജയിച്ച് വന്ന മണ്ഡലം, അതായത് 2006 മുതൽ 2021 വരെ തുടർച്ചയായിട്ട് LDF വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. ആ ഒരു എഡ്ജ് ഒരുപക്ഷെ ആ ഒരു എഡ്ജ് ചിലപ്പം കിട്ടിയേക്കത്തില്ല. പക്ഷേ ആര് ജയിക്കുമെന്ന് അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ച് പറയാനും കഴിയാത്ത ഒരു മണ്ഡലമായിട്ടാണ് ഞാനിപ്പം വിലയിരുത്തപ്പെടുന്നത്. പ്രശാന്തേട്ടന് എന്താ തോന്നുന്നത്? ഇത്രയും ടൈറ്റ് മത്സരം തന്നെയാണോ കൊല്ലത്ത് നടന്നിരിക്കുക? ഇനി അങ്ങനെ വോട്ടെടുമ്പോൾ നമ്മൾ മറിച്ച് LDFൽ നിന്ന് വീണ്ടും UDFിലേക്ക് മണ്ഡലം മാറിയേക്കും, അങ്ങനെയുള്ള അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുപരിയായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു സംഭവം ഉള്ളത് BJPയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വളർച്ച മണ്ഡലത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കോർപ്പറേഷനിൽ തന്നെ 12 മണ്ഡലങ്ങളിൽ 10 കൊല്ലം മണ്ഡലത്തിൽ ഉള്ളതാണ്. 10 BJP ഉണ്ട്. എന്നിട്ടും പക്ഷെ വളരെ വീക്കായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അത്യാവശ്യം 30-35,000-ഓളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ഇത്. എന്നിട്ടും ആ ഒരു വീക്ക് കാൻഡിഡേറ്റ് BJPയുടെ വരുന്നു. അവരുടെ ഇതൊക്കെ ഒരു ഘടകങ്ങളാണ് BJPക്ക് ഉണ്ടാകുന്നൊരു വളർച്ച. പക്ഷേ കാൻഡിഡേറ്റ് വീക്കായി പോവുക, ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്ന ടൈറ്റ് ഫൈറ്റ് ആകുമ്പോൾ നിർണായകമാവുന്ന ഘടകം ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി വന്നേക്കാം എന്നുള്ളൊരു സൂചന. സ്വാഭാവികമായിട്ട് ബിന്ദുകൃഷ്ണ 5 വർഷം മെനക്കെട്ട് പണിതുണ്ട്. അത്രമാത്രം നല്ല പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട്. മുകേഷ് മോശമൊന്നല്ല, ശ്രമയിലും റോഡുകളുടെയൊക്കെ വികസനങ്ങൾ നടന്നിട്ടുണ്ട്. വികസനം നോക്കിക്കഴിഞ്ഞാൽ നടന്നിട്ടുണ്ടെങ്കിലും ബിന്ദുകൃഷ്ണയ്ക്കുള്ള ഒരു ചെറിയൊരു മൈലേജ് ഞാൻ കാണുന്നുണ്ട് മണ്ഡലത്തിലുള്ള മുകേഷിനൊരു. തീർച്ചയായും കൊല്ലം ഇത്തവണ ഞാനും നോക്കിക്കാണുന്നത് ഇതൊരു പ്രവചനാതീതമായ ഒരു മണ്ഡലം എന്നുള്ള നിലക്കാണ്. മണ്ഡലത്തിൽ മുകേഷിനെതിരെ മൊത്തത്തിൽ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ചില
ചർച്ചകളും കാര്യങ്ങളും ഉണ്ട്. അത് മണ്ഡലത്തിൽ ചിലപ്പോൾ പ്രതിഫലിച്ചേക്കാം. എസ് ജയമോഹനെ കൊണ്ടുവന്ന് അതിനെ മറികടക്കാനാണ് ശ്രമമെങ്കിൽ പോലും അത് എത്ര കണ്ട് ഫലവത്താവും എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മുകേഷിനെ മാറ്റി നിർത്തി എന്നുള്ളത് CPM ചെയ്ത ഒരു നല്ല തീരുമാനമായിട്ട് ഞാൻ കാണുന്നത്. കാരണം അവിടെ ഒരുപാട് വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഒരുപക്ഷെ അത് അവിടെ മാത്രമല്ല മറ്റ് സമീപത്തുള്ള ചില മണ്ഡലങ്ങളിൽ പോലും അത് ചിലപ്പോൾ ദോഷകരമായി ബാധിക്കാനുള്ള ഒരു സാധ്യത മുൻനിർത്തിയാണ് മുകേഷിനെ ഇത്തവണ മാറ്റാൻ നിർത്തിയത്. അത് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ജയമോഹൻ വരുമ്പോൾ സ്വാഭാവികമായും നേരത്തെ മുകേഷിനെ അവിടെ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്നത് പോലെ മുകേഷ് ഒരു പരിചിത മുഖമാണ്. മുകേഷിന് പിന്നെ മാത്രമല്ല കൊല്ലത്ത് സംഘടനാ സംവിധാനം നന്നായി പ്രവർത്തിക്കുന്ന വലിയ വേരോട്ടമുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ വോട്ടുകളിൽ ഇളക്കം തട്ടുകയില്ല. പക്ഷെ മുകേഷ് വരുന്നതോടുകൂടി മറ്റ് സ്ത്രീ വോട്ടർമാരുടെ അടക്കം മറ്റുള്ളവരെ കൂടെ മുകേഷിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന നിലയ്ക്ക് സ്വാധീനിക്കാനായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബേസിലാണ് എനിക്ക് തോന്നുന്നു ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ തവണയും ഒന്നാം ടേമിൽ കുറച്ചുകൂടെ സേഫ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ടേമിൽ വന്നപ്പോഴത്തേനും ചെറിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എഡ്ജ് ആ ഘട്ടത്തിൽ ഈ മണ്ഡലത്തിൽ LDF-നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം. ജയമോഹൻ വരുമ്പോൾ തീർച്ചയായും അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, കശുവണ്ടി കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തെ ജനങ്ങൾക്കിടയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ബിന്ദുകൃഷ്ണയോളം പരിചിതമുള്ള ഒരാളല്ല, അതായത് എതിർ സ്ഥാനാർത്ഥിയോളം പരിചിതമായ ഒരാളല്ല. ബിന്ദുകൃഷ്ണ എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാം അവിടെയുള്ളത്. കാരണം പിന്നെ അത് മാത്രവുമല്ല, അവർ അത്രയധികം അതായത് തോൽവി ഉണ്ടായിട്ട് പോലും അവർ ആ മണ്ഡലത്തിൽ അത്രയധികം അറിഞ്ഞു പ്രവർത്തിക്കുകയും അടുത്ത തവണയെങ്കിലും ഇവിടെ സീറ്റ് ഉറപ്പിച്ച് തന്നെയായിരുന്നു. അതായത് അടുത്ത തവണയും താൻ തന്നെയാണ് ഇവിടെ മത്സരിക്കാൻ പോകുകയും തന്നെ പാർട്ടി പരിഗണിക്കും. അങ്ങനെ പരിഗണിക്കാൻ തന്നെ അല്ലാതെ മറ്റൊരാളെ ഇവിടെ പരിഗണിക്കാൻ പാർട്ടിക്ക് പോലും മറ്റു വഴികളില്ല എന്ന് തോന്നിപ്പിക്കും വിധം തരത്തിൽ തന്നെ അവർ ആ മണ്ഡലത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ജയമോഹൻ വരുമ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സ്വാഭാവികമായും എഡ്ജ് ബിന്ദുകൃഷ്ണയ്ക്ക് തന്നെയാണ്. പക്ഷേ അതിൽ ഈ പറയുന്നത് പോലെ രണ്ട് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളും അവിടെ ഏതൊക്കെ തരത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു, എങ്ങനെ വന്നിരിക്കുന്നു, എത്രത്തോളം വോട്ട് ആ ഘട്ടത്തിൽ സമാഹരിക്കപ്പെടും, വ്യക്തിപരമായ വോട്ടുകൾ എങ്ങനെ വീഴും എന്നുള്ളതായിരിക്കും. അതൊക്കെ കൂടെയാണ് ഇതിൻ്റെ പ്രവചനാതീതം ആയി എന്ന് ഞാൻ പറയുന്നത്. അതിൽ BJP പിടിക്കുന്ന വോട്ടുകളും വളരെയധികം നിർണായകമാകും. കഴിഞ്ഞ തവണത്തേക്കാൾ പക്ഷേ ഇത്തവണ ഒരു പ്രൊഫൈൽ കുറവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനും ഈ പറയുന്നത് പോലെ ആളുകൾക്കിടയിൽ, അതായത് BJP-കൾക്കിടെ 10%, കഴിഞ്ഞത് 14,552 വോട്ട് പിടിച്ചിരുന്നു. BJP-യുടെ വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇരട്ടിയായി വോട്ട്. അത് നിലനിർത്തപ്പെട്ട സ്ഥാനാർത്ഥി അല്ല നിലവിൽ. അതെ, അതാണ് ഒരു പ്രൊഫൈൽ കുറവുള്ള സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ആ വോട്ട് ചിലപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ വീഴണമെന്നില്ല, മറ്റാർക്ക് പക്ഷേ വീഴും എന്നുള്ളത് വരിക. അപ്പോൾ ആ വോട്ടുകൾ വളരെ നിർണായകമായിരിക്കും ഈ മണ്ഡലത്തിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നേരത്തെ ആസിഫ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്നത് പോലെ ഒരു ഗ്രൂപ്പ് തർക്കത്തിൻ്റെ വലിയ തലവേദന ഇത്തവണ ബിന്ദുകൃഷ്ണയ്ക്ക് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നിലവിൽ നമ്മൾ എല്ലാവരും 2-3 ദിവസമായി വാർത്ത കൊടുക്കുന്നതാണ് RSP എന്നുള്ളത്. അത് എത്ര കണ്ട് അവർക്ക് കാലുവാരാൻ ആകുമോ എന്നുള്ളതൊക്കെ നമ്മൾക്ക് അങ്ങനെ പറയാമെങ്കിൽ പോലും, പക്ഷേ ഇവിടെ ഇത്രയധികം ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് RSP-യുടെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിവാദമോ വിവാദ പുകമറകളോ അത് സ്വാധീനിക്കാനോ നിർണായകമാകാനോ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചവറപ്പാലം മുതൽ നീണ്ടകര പാലം വരെ എന്നാണല്ലോ നമ്മൾ RSP വിശേഷിപ്പിക്കുക. എന്നാലും കൊല്ലത്തൊരു ഈ പറയുന്ന പോലെ 1000-1500 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വിജയവും പരാജയവും നിർണ്ണയിക്കപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് അവരുടെ 500 വോട്ടാണെങ്കിലും 1000 വോട്ടാണെങ്കിലും സ്വാഭാവികമായിട്ടും അത് നിർണായകം തന്നെയാണ്. അത് എത്രത്തോളം അത് അങ്ങനെ കാലുവാരി അപ്പുറത്ത് കൊണ്ട് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പില്ല. കാരണം സ്വാഭാവികമായിട്ടും ഈ RSP എന്ന് പറയുന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ പോയിട്ട് നേതാക്കൾക്കിടയിൽ നമുക്ക് വേണമെങ്കിൽ അപ്പുറത്ത് പോയി കുത്തിയേക്കാന്നൊക്കെ പറയാം. പക്ഷേ ഇത് അങ്ങനെയൊക്കെ അണികളിലേക്കൊക്കെ അങ്ങനെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഒരു വളരെ കുറഞ്ഞ അണികളേ ഉള്ളൂ. നമ്മൾ പറയുന്നത് പോലെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ RSP-ആണ് മത്സരിക്കുന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ RSP എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ വളരെ ദുർബലമാണ്. അത് നമ്മൾ LDF-ൽ നിന്ന് മാറി അവർ UDF-ലേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലായത്. LDF-ൽ നിന്ന സമയത്ത് ബംഗാളിലെ പോലെയാണല്ലോ CPM പവറായിരുന്ന സമയത്ത് ബാക്കി എല്ലാവരും ഭയങ്കര പവർഫുൾ പാർട്ടിയായിരുന്നു. CPM താഴെ വീണപ്പോൾ ബാക്കിയുള്ള എല്ലാ പാർട്ടിയും നാമാവശേഷമായി എന്ന് പറയുന്നത് പോലെ ആണ് ഈ RSP-യുടെ കാര്യം. LDF-ൽ നിന്നപ്പോൾ അവർ ഗംഭീര
ആ പാർട്ടിയായി നമ്മളൊക്കെ വിലയിരുത്തപ്പെട്ട പാർട്ടിയാണ്. പക്ഷേ UDF-ലേക്ക് പോയപ്പോൾ അത് മറ്റേ എന്താ പറയുക, ക്ഷയിച്ച് ഇപ്പോൾ ഏകദേശം പാർലമെൻറ്റ് മത്സരിക്കുന്നു. പക്ഷേ നിയമസഭയിലേക്ക് പല മണ്ഡലങ്ങളിലും മത്സരിക്കുമെങ്കിൽ പോലും സംഘടനാ സംവിധാനങ്ങളൊക്കെ വളരെ വീക്കാണ് അവരുടെ. അപ്പോൾ ഈ ചവറ മുതൽ നീണ്ടകര പാലം വരെ എന്ന് പറയുന്നത് പോലെ ആ പാലത്തിൻ്റെ ഇടയിലുള്ള പ്രദേശത്ത് പോലും വലിയ രീതിയിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ RSP. ആ RSPക്ക് ഈ ചർച്ചയൊക്കെ ചെയ്യുമെങ്കിൽ പോലും വലിയ രീതിയിൽ ഒട്ടൊന്നും മറിക്കാനുള്ള പവറൊന്നും ശരിക്കും പറഞ്ഞാൽ കൊല്ലത്ത് അവർക്കില്ല. പണ്ട് നിരന്തരം അവർ MLA ആയിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്നുള്ളതും നമ്മൾ നോക്കി കാണേണ്ടതാണ്. പിന്നീടുള്ളത് ഈ തദ്ദേശത്തിൽ വരുമ്പോഴേ കോർപ്പറേഷനിലുള്ള വൻ മുന്നേറ്റം UDF-ന്റെ അത് വലിയ ആത്മവിശ്വാസം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു VD സതീശൻ കൊല്ലം ജില്ലയിൽ ഒരു ക്ലീൻ സ്വീപ്പ് എന്നായിരുന്നു പ്രതീക്ഷിക്കുന്ന എന്ന നിലയ്ക്ക് വോട്ടിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വന്നിട്ട് ഒരു അവകാശവാദമൊക്കെ ഉന്നയിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഇതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ RSP എന്നുള്ളത് ഒരു ഘടകമെന്ന് വിചാരിക്കുന്നില്ല. പ്രേമചന്ദ്രൻ എന്നുള്ള വ്യക്തി മാത്രമായിട്ട് ചുരുങ്ങിക്കുന്നു. ആൾ വളരെ സജീവമായിട്ടും ബിന്ദുകൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് രംഗത്തുണ്ടായിരുന്നു. പിന്നെ ഇത് അങ്ങനെ പൂർണ്ണമായിട്ടും ഇത് വളരെ ടൈറ്റ് ഫൈറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവകാശവാദങ്ങൾ കൂടുതലായിട്ട് അങ്ങനെ മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അത്ര വലിയൊരു അവകാശവാദം VD സതീശൻ നടത്തണമെങ്കിൽ കൊല്ലം പോലെയുള്ള ഒരു ജില്ലയിൽ CPM-ന് വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് അത്ര വലിയൊരു അവകാശവാദം നടത്തുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ കൊല്ലം മണ്ഡലത്തെ പരിശോധിക്കുകയാണ്. ആർക്ക് എഡ്ജ് കൊടുക്കും? ആ അവകാശവാദത്തിന് പക്ഷേ 110 സീറ്റ് അവകാശവാദത്തിലാണ് കൊല്ലം മൊത്തത്തിൽ ജയിക്കുന്നു പറയുന്നത്. പക്ഷേ കൊല്ലത്ത് നിലവിൽ ഇത് ആർക്കും അടിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ കൊല്ലത്ത് ഭയങ്കര ടൈറ്റ് ഫൈറ്റാണ്. കൊല്ലത്ത് ഈ 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, അതായത് കഴിഞ്ഞ തവണ നമ്മൾ മനസ്സിലാക്കേണ്ടത് LDF-ന് അനുകൂലമായി കാറ്റടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഇത്തവണ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ചെന്നൊക്കെ പറയാം. ഒരുപക്ഷെ അത് UDF-ന് അനുകൂലമാകാൻ സാധ്യത കൂടി ഉള്ള ഒരു ഇഞ്ചോടിഞ്ചാണ്. കാരണം അങ്ങനെയാണ് എൻ്റെ ഒരു തോന്നൽ. ശാന്തേട്ടന്? എനിക്കും അങ്ങനെ തോന്നുന്നു. ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നത് പ്രവചനാനുസൃതമായ മണ്ഡലമാണ്. ഇതിൽ അവിടെ പ്രവചനങ്ങൾക്ക് സത്യത്തിൽ പ്രസക്തിയിൽ ഇവിടെ കടുത്ത മത്സരം തന്നെ നടക്കുന്ന ഒരു മണ്ഡലമാണ്. എന്തായാലും വോട്ടും കട്ടൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി